അവതരിപ്പിച്ച വനിതാ സംവരണ ബില്ലിനെ കുറിച്ച്. നമ്മുടെ രാജ്യത്തെ 140 ലോക്സഭയിൽ സ്ത്രീകളുടെ എണ്ണം 15% മാത്രമാണ്. ഇതാണ് ഈ ബില്ലിന്റെ ആവശ്യകതയുടെ ഏറ്റവും വലിയ തെളിവ്. 1971 സെൻസസ് അടിസ്ഥാനമാക്കി നിലവിലുള്ള മണ്ഡലങ്ങൾ രൂപീകരിക്കപ്പെട്ടപ്പോൾ 543 ലോക്സഭാ സീറ്റുകളിൽ സ്ത്രീകൾക്ക് വളരെ കുറച്ച് അവസരമാണ് ലഭിച്ചത്. ഇന്നും സ്ത്രീകൾക്ക് രാഷ്ട്രീയ രംഗത്ത് മുന്നോട്ട് വരാൻ നിരവധി തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നു. അതിനാലാണ് സ്ത്രീകൾക്ക് 33% സംവരണം നൽകുന്ന ഈ ബില്ല് പാർലമെന്റിൽ നരേന്ദ്രമോദി സർക്കാർ അവതരിപ്പിച്ചത്. ഇത് സ്ത്രീകൾക്ക് ഒരു അവസരം നൽകുന്നതല്ല, അവരുടെ അവകാശം ഉറപ്പിക്കുന്നതാണ്. ഇന്ന് രാജ്യത്ത് ഏറ്റവും വലിയ സ്ഥാനങ്ങളിൽ സ്ത്രീകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുജിയും നിർമ്മല സീതാരാമനെയും പോലെയുള്ള നേതാക്കൾ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിന് നിർണായക പങ്ക് വഹിക്കുന്നു. ഇവർ തെളിയിക്കുന്നത് സ്ത്രീകൾക്ക് അവസരം ലഭിച്ചാൽ അവർ രാജ്യത്തെ ശക്തമായി നയിക്കാം എന്നുള്ളതാണ്. അതേസമയം പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 33% സംവരണം നടപ്പിലാക്കിയപ്പോൾ സ്ത്രീകളുടെ പങ്കാളിത്തം ഗണ്യമായി വർദ്ധിച്ചത് നാം കണ്ടതാണ്. ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും നഗരസഭയിലേക്കുള്ള സ്ത്രീകളുടെ നേതൃപങ്ക് സമൂഹത്തിന്റെ വളർച്ചയിൽ വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ പാർലമെന്റിലും നിയമസഭകളിലും ഇതുവരെ സമാനമായ അവസരം ലഭിച്ചിട്ടില്ല. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാതോരാതെ പ്രസംഗിക്കുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട അവസരം വന്നപ്പോൾ എതിർത്ത് വോട്ട് ചെയ്യുകയും ചെയ്തത് അങ്ങേയറ്റം അപലപനീയമാണ്. ഇത് ഭാരതത്തിലെ സ്ത്രീകൾ പൊറുക്കുകയില്ല. നിലവിലെ ബില്ല് പാസ്സായിരുന്നെങ്കിൽ ലോക്സഭയിൽ 272 സീറ്റുകൾ സ്ത്രീകൾക്ക് ലഭിക്കുമായിരുന്നു. കേരള നിയമസഭയിൽ 70 സീറ്റുകൾ ലഭിക്കുമായിരുന്നു. നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ന് ലോക്സഭയിൽ ഉള്ള സീറ്റ് 543 ആണ്. 1971 55 കോടി ജനങ്ങൾ ഉള്ളപ്പോൾ നിശ്ചയിച്ചതാണിത്. ഇത് പ്രകാരം സംവരണം നടത്തിയാൽ സ്ത്രീകൾക്ക് ലഭിക്കുന്നത് 181 സീറ്റുകളാണ്. എന്നാൽ ഇന്ന് ജനസംഖ്യ 3 ഇരട്ടി വർദ്ധിച്ചു. ഇതിൻ പ്രകാരം വർദ്ധിപ്പിക്കേണ്ടത് 815 ആയി. അപ്പോൾ സ്ത്രീകൾക്ക് ലഭിക്കുക 272 സീറ്റുകളാണ്. കേരള നിയമസഭയിൽ 140 സീറ്റുകളാണ്. ഇത് പ്രകാരം സ്ത്രീകൾക്ക് ലഭിക്കുക 47 സീറ്റാണ്. സീറ്റ് വർദ്ധിപ്പിച്ചാൽ 210 സീറ്റുകൾ. അതിൽ സ്ത്രീകൾക്ക് 71 സീറ്റുകൾ ലഭിക്കും. ഇന്ന് കേരളത്തിലെ വോട്ടർമാർ 2,70,00,000 10 ലക്ഷം വരുന്ന ജനസംഖ്യയ്ക്ക് ഒരു MP എന്നത് വെച്ച് നോക്കിയാൽ നമുക്ക് ലഭിക്കേണ്ടത് 27 MP സീറ്റുകൾ. അതിൽ 33% സ്ത്രീകൾക്ക് ലഭിക്കും. 55 കോടി ജനസംഖ്യ ഉണ്ടായപ്പോൾ ഉള്ള അംഗങ്ങൾ മതി എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ഇത് തികച്ചും അനീതിയാണ്. ഈ അനീതിക്കെതിരെ ശക്തമായി നമ്മൾ ശബ്ദമുയർത്തണം. ഈ ബിൽ നടപ്പിലാക്കിയാൽ സ്ത്രീകളുടെ ശബ്ദം കൂടുതൽ ശക്തമാകും, സാമൂഹിക നീതി ഉറപ്പാക്കും, വികസനത്തിൽ സമത്വം കൈവരിക്കും. സ്ത്രീകളെ ശക്തിപ്പെടുത്താതെ ഒരു രാജ്യവും ശക്തമാകില്ല. അതുകൊണ്ട് തന്നെ ഈ വനിതാ സംവരണ ബില്ലിനെ ഈ നഗരസഭയുടെ ഓരോ വനിതകൾക്ക് വേണ്ടിയും ശക്തമായി പിന്തുണയ്ക്കുകയും അത് വേഗത്തിൽ നടപ്പിലാക്കണമെന്ന് തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗത്തു നിന്നും എൻ്റെ ഈ പ്രമേയം പാസ്സാക്കണമെന്നും ആവശ്യപ്പെടുന്നു. സ്ത്രീ ശക്തിയിലൂടെ രാഷ്ട്രശക്തി എന്ന വിശ്വാസത്തോടുകൂടി എൻ്റെ വാക്കുകൾക്ക് വിരാമമിടും. ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ബില്ലിന്റെ പേരിലുള്ള പ്രവർത്തനം. ബില്ല് 2023 കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളൊക്കെ വരണം, വനിതാ റിസർവേഷൻ വരണമെന്നുള്ളത് നമ്മുടെ നയത്തിൽ പറയുന്ന, പാർട്ടിക്കാർ നയത്തിൽ അടക്കം പറയുന്ന ഒരു പാർട്ടിയാണ് നാഷണൽ കോൺഗ്രസ്. പക്ഷെ ഇവിടെ ഡെപ്യൂട്ടി മേയർ കാര്യത്തിൽ സംസാരിക്കുമ്പോൾ എനിക്ക് എല്ലാവരും പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടിയാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾ പറയുന്ന ഈ ബില്ല് വന്നാൽ ഈ കേരളം അടക്കമുള്ള അങ്ങ് ഭരിക്കുന്ന, അങ്ങ് മേയറായിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കമുള്ള പ്രദേശത്ത് നിൽക്കുന്ന നമ്മുടെ ഈ നാടിന്റെ പ്രാതിനിധ്യം കുറയുന്നുള്ള കാര്യത്തിൽ ഒരു ഭയം ബഹുമാന ഡെപ്യൂട്ടി മേയർക്ക് ഇല്ലേ എന്ന് ചോദിക്കുക. നിങ്ങളീ പറയുന്നത് 500 മുതൽ 850 സീറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ കേരളം അടക്കം തമിഴ്നാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇവിടെ ജനസംഖ്യയുടെ അനുപാതം പറഞ്ഞുകൊണ്ട് നമ്മുടെ സീറ്റിന്റെ എണ്ണം കുറയുകയാണ്. അപ്പോൾ വിമർശനം നടത്തുന്ന ഒരു തെറ്റും നമ്മൾ ആരും പറയുന്നില്ല. അത് കൊണ്ടുവന്നത് UDF കോൺഗ്രസ് ആണ്. നമ്മൾ പറയുന്നത് അത് കൊണ്ടുവരാനുള്ള നിങ്ങൾ കാണിക്കുന്ന മാർഗം തെറ്റാണ്. എന്തായാലും ഈ കാര്യത്തെക്കുറിച്ച് ഒരു കാര്യത്തിൽ ദീപകിനോട് ഞാൻ അവർ പറയേണ്ട കാര്യങ്ങളൊക്കെ അവർ പറയട്ടെ. അത് അവർക്ക് പറയാനുള്ള അവസരം നമ്മളും നിയമസഭയിലൊക്കെ പറയാനുള്ളത് നമ്മളും പറയുന്നത് തെറ്റില്ല. ഒരു ഏത് സഭ അത് ഭരണപക്ഷമായാലും അവരൊരു നയം പറയണമെങ്കിൽ പറയാനുള്ള അവസരം കൊടുക്കണം എന്നുള്ളതാണ്. പക്ഷെ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ തള്ളിക്കോളും. ഇവിടെ വനിതാ സംവരണ ബില്ല് പാസ്സാക്കണമെന്നുള്ളത് കോൺഗ്രസും UDF പറയുന്ന കാര്യമാണ്. പക്ഷെ അത് പിൻവാതിലൂടെ BJPയുടെ മെമ്പർമാരെ ഉണ്ടാക്കുവാൻ വേണ്ടി കേരളം അടക്കം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം കുറച്ചുകൊണ്ട് ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നു. BJP സ്റ്റേറ്റ് പ്രസിഡന്റൊക്കെ നിയമസഭ മത്സരിച്ചിരിക്കുകയാണല്ലോ. നാളെ കേരളത്തിലേക്ക് ലോക്സഭയുടെ സീറ്റുകൾ കുറയണമെന്നാണോ നിങ്ങൾ പറയുന്നുള്ള കാര്യം കൂടി ചോദിച്ചുകൊണ്ട്
വനിതാ സംവരണ ബില്ല് അത് തുടക്കക്കാരാക്കിയ ഇന്ന് നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരും മെമ്പർമാരും ഒക്കെയുള്ള അവസരം നൽകിയ ശ്രീ രാജീവ് ഗാന്ധിയെ നരസിംഹറാവുവിലേക്ക് ഓർത്തുകൊണ്ട് നിങ്ങളുടെ ആവശ്യം ന്യായമാണ്, പക്ഷേ നിങ്ങളുടെ വഴി ഉൾക്കൊള്ളിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രമേയത്തെ എതിർക്കുന്നു.